ആകെപ്പുഴ ഇങ്ങനെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾ ഞാൻ ഇവിടെ ജീവിച്ചിട്ടും ഇതേപോലെ കുത്തി ഒലിച്ചു വരുന്ന പുഴയെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ കല്ലും മണ്ണും മുളയും എല്ലാം കൂടിയായിട്ട് കുത്തി ഒലിച്ചാണ് ഈ പുഴ വരുന്നത്. കാണാനായിട്ട് ഭംഗിയുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറഞ്ഞ ജോലി കഴിഞ്ഞ് ഉടനെ തന്നെ താഗോപ്പുഴയുടെ ചുവട്ടിലിരിക്കുക, എന്തെങ്കിലും തിന്നാനായിട്ടും അല്ലെങ്കിൽ കുടിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ചേരം ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമാധാനപരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്ന്. ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ നശിച്ചു ഗൈസ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയും വെള്ളം കയറി. ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഈ മണലില്ലേ, ഈ മണലൊക്കെ നമ്മുടെ പുഴ തന്നെ കൊണ്ടുവന്നതാണ്. ഇങ്ങനെയുള്ള മണലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പുഴ അങ്ങോട്ട് കുറച്ചുകൂടി വികസിച്ചു. പിന്നെ അതിന്റെ ഒഴുക്ക് അങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ പുഴ ഒഴുകുന്നത് ഒരുമാതിരി വേറൊരു അവസ്ഥക്കൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ പുഴയുടെ ഉള്ളിൽ നിന്ന് കുറെ അരയണ്ണങ്ങൾ, ഇത്ര അരയണ്ണമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇത് എവിടെന്നോ വന്നോ ആവോ. എന്നിട്ട് ഈ അരയണ്ണങ്ങൾക്ക് ഇപ്പൊ ആൾക്കാർ തീറ്റ കൊടുക്കലായി. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിന്റെ ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമില്ലേ, ബീച്ച് ലെവൽ സെറ്റപ്പ്, ആ രീതിയിലാണ് ഈ പുഴയുടെ ഈ ഒരു ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ മണലൊക്കെ വന്നിട്ട് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനേ പറ്റില്ല. പണ്ടത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ മാറിയിട്ട് ഇപ്പൊ വേറൊരു ആംബിയൻസ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ പാർക്കുകളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതി തന്നെയാണ് നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തോന്നി. പ്രകൃതിക്ക് നന്നായിട്ട് നിർമ്മിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് ഈ പുഴയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബീച്ച് ലെവൽ സെറ്റപ്പ്. ഞാനേ ഈ അരയണ്ണങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണ സമയത്ത് ഈറ്റങ്ങൾ എന്റെ പുറകെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെല്ലാം തീറ്റ കൊടുത്ത് ഈറ്റങ്ങളെ വലുതാക്കി. അപ്പൊ കുറച്ചുകൂടി വലുതായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആര് വന്നാലും ഇത് ഓടി വരും. ഇത് അവിടെ ഒരു മുട്ട കണ്ടില്ലേ, ഇത് അരയണ്ണങ്ങൾ ഇട്ട മുട്ടയാണ്. ഞാൻ ചെന്ന സമയത്ത് ഈറ്റങ്ങൾ എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ ജീവനം കൊണ്ട് ഓടി. നമ്മൾ ഈ ചെന്ന സമയത്ത് അരയണ്ണങ്ങളുടെ കുളി സമയമായിരുന്നു. അതുകൊണ്ട് നീ കുളി കാണാൻ പറ്റിയില്ല എന്ന് പറയണ്ട. പ്രകൃതി തന്നെ നൽകിയ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ബീച്ച് രീതി സെറ്റപ്പ്. പുഴയുടെ അടുത്ത് ഇരിക്കുന്ന പോലെയാണ് ആദ്യമേ തോന്നിയിരുന്നത്. ഇത്രയുള്ള വിത്തും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ബീച്ച് ലെവൽ സെറ്റപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മൊത്തത്തിലൊരു മാറ്റമാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഒന്നോ രണ്ടോ പേര് വല്ലപ്പോഴും വന്നു എന്നുള്ളൊരു പ്രദേശത്താണ് ഇപ്പൊ ഒരുപാട് ആളുകൾ വരുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ബീച്ച് ലെവൽ സെറ്റപ്പ് ഒന്ന് ആഘോഷിക്കട്ടെ. അപ്പൊ ബൈ.